ഹലോ ഫ്രണ്ട്സ്, സച്ചിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വള്ളത്തിൽ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ കുറച്ച് കണവയും 2-3 ഞണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഇന്ന് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ വളരെ കുറവായതുകൊണ്ട് നമ്മൾ സാധാ വെട്ടുന്ന പോലെയല്ല നമ്മൾ ചെമ്മീനൊന്ന് വെട്ടിയിരിക്കുന്നത്. അതിൻ്റെ വാലും അതുപോലെ തന്നെ ആ കാൽഭാഗവും പിന്നെ അതിൻ്റെ മീശയും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചെമ്മീൻ കുറവുള്ള ഒരു സമയത്താണ്. അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ കറിക്കകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. നമ്മൾ വെട്ടിയെടുത്തപ്പോൾ ഒരു 2 പാത്രത്തിൽ കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ തക്കാളി, അതുപോലെ തന്നെ സവാള ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. 2 പാത്രത്തിലായിട്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. നമ്മൾ 2-3 രീതിയിലാണ് ചെമ്മീൻ കറി വെക്കാറുള്ളത്. അതിലൊരു രീതിയാണ് ഇത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ വളരെ കുറവായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെമ്മീൻ വെട്ടിയെടുത്തത് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിക്കും. ഈ ചെമ്മീൻ ഇതിൻ്റെ അകത്ത് കിടന്നാണ് വേകുന്നത്. നല്ലതുപോലെ ചെമ്മീൻ വെന്തില്ലെങ്കിൽ ചിലർക്ക് അത് വയറ്റിന് പിടിക്കാറില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചെമ്മീനും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബാക്കി പൊടികളും എല്ലാം ചേർക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി പൊടികളാണ് ചേർക്കുന്നത്. ആദ്യമേ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മുളക് പൊടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെമ്മീൻ കറി വെക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ വറുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് അല്ലാതെ പച്ച മുളക് പൊടി തന്നെ, അതായത് പൊടിപ്പിച്ച മുളക് പൊടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു പച്ച മണം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറിയൊക്കെ കൂട്ടുന്ന സമയത്തായിരിക്കും കൂടുതലും നമുക്കൊരു കുത്തൽ പോലെ ഉള്ള ഒരു ഫീൽ ചെയ്യും ഈ കറി കൂട്ടുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം വറുത്ത മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ചെമ്മീൻ കറിക്ക് ആണ് അങ്ങനെ ഒരു വിഷയം വരുന്നത്. നമ്മൾ പിന്നെ ചേർക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ 2 സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫിഷ് മസാല. പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കുടംപുളി കഴുകി വെച്ചത് ചെറിയ രീതിയിൽ അരിഞ്ഞ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളി ഇട്ടെങ്കിൽ പോലും കുറച്ച് പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുടംപുളി ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മൾ ചോറിൻ്റെ അകത്ത് ഉപ്പ് കൂടുതൽ ഇടുകയാണെങ്കിൽ കറിയിൽ അതുപോലെ കുറച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കറിക്കകത്ത് വളരെ കുറവാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ അകത്ത് അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു ചെറിയ രീതിയിലൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് ഇനി അത് ഇറക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരുവിധം ചെമ്മീനെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ വെന്ത് ഇറക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും വരികയും ചെയ്യും, ഉടൻ തന്നെ കഴിച്ചു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമേ കൊച്ചു വള്ളത്തിൽ നമുക്ക് 2 കാരിയർ വള്ളമുണ്ട്. അപ്പോൾ അവർക്കാണ് ആദ്യമേ നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ 2 വള്ളത്തിലും കൂടെ ആയിട്ട് 6 ആൾക്കാരാണ് വള്ളത്തിലിരിക്കുന്നത്. അപ്പോൾ അവർ 2 വള്ളങ്ങളിലേക്ക് നമ്മൾ ആദ്യമേ ചോറ് ഇതേപോലെ വള്ളം വരക്കോരും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വര ഊരി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി താമസിച്ചായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അവർക്കാണ് അപ്പോൾ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ അവർ മീനും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ കരയ്ക്കൊക്കെ പോയിട്ട് മീനൊക്കെ വിറ്റതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതുപോലെ കിടക്കുന്ന സമയത്ത് ആദ്യമേ നമ്മൾ അവരെ വിളിച്ച് ചോറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 വള്ളത്തിലും കൂടെ നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അത് മാറ്റി കെട്ടിയിടും. ഇപ്പോൾ വലക്കോരൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിലും എല്ലാവരും ആഹാരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്കൊന്ന് തിരക്കി നോക്കാം. ഇന്നത്തെ കറി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. കറി എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട്?
ടേസ്റ്റിയാണ് കറി. നമ്മുടെ ചെമ്മീൻ കറി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ചെമ്മീൻ കറി നല്ല അടിപൊളിയാണ്. ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കറി കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് പറയുന്നത്. കുറച്ച് ആൾക്കാർ എരിവൊക്കെ ഇച്ചിരി കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട ഒരു കാര്യമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് വേണ്ടി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് എരിവൊക്കെ കൂടാറാണ് പതിവ്. അതുപോലെ ബാക്കി ഇനിയിപ്പം മുരുകാണത്തിരിക്കും കൂടെ ഒന്ന് തിരക്കാൻ കറിയെക്കുറിച്ച്. അതിന്റെ ഗുണമുണ്ട്. കൂടെ കളയാതെ നമുക്ക് എല്ലാവർക്കും നിരപ്പി കിട്ടാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.